എന്നാ അമ്മ പരിപാടി? പാട കെട്ടി വെച്ചിരുന്നത് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. പാടയോ? അതേണ്ട, ഇതേ പാല് കാച്ചുമ്പോൾ വരുന്ന അതിന്റെ മണ്ടയ്ക്ക് വരുന്ന പാടയാ. പല ദിവസത്തെ എടുത്ത് വെച്ചേക്കുവാ. അതിന് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കാമെന്നില്ല, നമുക്ക് നെയ്യാക്കി എടുക്കാം. നെയ്യുണ്ട്, അതായത് നെയ്യ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നെയ്യ് ഉണ്ടാക്കുന്ന പരിപാടി. അപ്പൊ അതിനായിട്ട് ഇതിനകത്ത് ഇതങ്ങ് മാറ്റണം. ഇത് അരയ്ക്കാന്ന് ഉള്ളില്ല, അത് മാറ്റിയിട്ട് ഈ കടയാനുള്ള. അതായത് നെയ്യ് കടഞ്ഞെടുക്കുകയാണ് പരിപാടി. നെയ്യ് കടഞ്ഞെടുക്കാൻ പോവാം. ഇനി അതിനകത്ത് ഇടണം. ഈ പാട നമ്മള് പാല് തിളപ്പിക്കുമ്പോ വരുന്ന മുകളിൽ വരുന്ന പാട അതെടുത്ത് നമ്മള് പാല് തിളപ്പിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പം ഈ അധികം പാടയൊന്നും ഉപയോഗിക്കരുന്നില്ലേ പറഞ്ഞത്. നെയ്യ് അധികം പാടയ്ക്കകത്ത് നെയ്യുണ്ടല്ലോ, അപ്പൊ അത് അധികം ഉപയോഗിക്കരുതെന്നല്ലേ പറയുന്നേ. ഒരു അങ്ങനെയല്ല, ചിലർക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, കൊളസ്ട്രോളും ഒക്കെ അങ്ങനെയൊക്കെ കൂടുതലുള്ളവർക്കും ഒക്കെ. ഇപ്പം അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ പാട മാറ്റിയിട്ട് ആ പാലെടുത്ത് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ പല ദിവസമായിട്ട് മാറ്റി വെച്ച പാടയായത്. ഇതെന്ന് പറഞ്ഞ കുറച്ചു ഇത് 4-5 ദിവസത്തെ പാടയുണ്ട്. അതിങ്ങനെ വെച്ചാൽ മതി. ഇത് ഇങ്ങനെ നമ്മൾ പാല് കാച്ചി വെച്ച് അതിന്റെ പാടം മണ്ടയ്ക്കൊന്ന് നീക്കി ഇതിനകത്തോട്ട് ഇട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഫ്രീസറിനകത്ത് വെക്കണം. അപ്പൊ കട്ടിയായിട്ടിരിക്കും, അഴുക്കായി പോകത്തില്ല. ഫ്രീസറിലാണെങ്കിൽ താഴെ വെച്ചാല് കുറെ ദിവസം ആകുമ്പോൾ അത് അഴുക്കായി പോകും. ഇതിപ്പോ അങ്ങനെ വെച്ചിട്ട് നമ്മള് പിന്നെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ഉടനെ എടുത്തിടാനൊക്കത്തില്ല, അത് പാറ പോലെ ഉറച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നീ തലേ ദിവസം എടുക്കണം, അല്ലെ കുറെ മണിക്കൂറാണ്. ഞാൻ സാധാരണ ചെയ്യുന്ന തലേ ദിവസം വൈകിട്ട് എടുത്ത് പുറത്ത് വയ്ക്കും. എന്നിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എടുക്കാൻ പാകത്തിനാകും. അത് ഇതിലോട്ട് ഇടണം. കേട്ടോ, കട്ടിയായിട്ട്. ഇത് പല ദിവസത്തേതാ. വീട്ടിൽ തന്നെ എങ്ങനെ നെയ്യ് ഉണ്ടാക്കാന്നുള്ള പരിപാടി അത് തന്നെ. നമ്മള് പാല് കാച്ചുമ്പം നമുക്ക് കുറച്ച് പാടേന്റെ മാറ്റി ഇട്ട് കഴിഞ്ഞാല് നെയ്യ് കാശ് കൊടുക്കാതെ ഉപയോഗിക്കാം നമുക്ക് വീട്ടിൽ. അതായത് ഇത് മിൽമയുടെ ആണോ പാലാണ്? മിൽമയുടെ പാലല്ല, സൊസൈറ്റിന്ന് വാങ്ങിച്ചോണ്ട് പാല്. അപ്പൊ 2-3 ദിവസത്തേക്ക് ഒന്നിച്ചല്ലേ വാങ്ങിച്ചോണ്ട് വരുന്നേ. അപ്പൊ അത് ഇച്ചിരി പാല് കൂടുതൽ കാണുമല്ലോ. അപ്പൊ ഇരുന്നാ കേടാകത്തില്ല ഇത് മാറ്റി കഴിഞ്ഞാല്. അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യാം. ഇതങ്ങനെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിനകത്ത് വെള്ളം ഒഴിക്കണം അല്ലേ? പൈപ്പിലെ വെള്ളം കിണറ്റിലെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. നമ്മുടെ കിണറ്റിലെ വെള്ളം ഇല്ലേ, അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. നമ്മുടെ കിണർ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറില്ലേ. ഇവിടെ മറ്റ് ഒന്നുമുള്ള സ്ഥലമല്ല, ഒന്നുമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് അതിലെ പാടയെല്ലാം കൂടെ തൂത്തെടുത്ത് നെയ്യംശം എല്ലാം കൂടെ തൂത്തെടുത്ത് ഇതിലോട്ട് ഒഴിക്കണം. അങ്ങനെ ഒഴിക്കണം. കാരണം ഇതിനകത്ത് ഒട്ടും വെള്ളമയം വേറെ ഇല്ലല്ലോ, വേറെ അധികം വെള്ളമയം ഇല്ലല്ലോ. അപ്പം ഇന്ന് വെള്ളം ഉണ്ടെങ്കിലേ ഇത് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് അടച്ചിട്ട് വയ്ക്കണം. ഇല്ല, ശകലം കൂടെ വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കാനൊക്കത്തില്ല എന്നറിയുന്നു. ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിക്കാം. ഇങ്ങനെ ഇതിന്റെ അടപ്പേൽ വരാറായാൽ പാട തെളിയാൻ തുടങ്ങി. ഇതുണ്ടോ പാട കണ്ടോ ഇപ്പം? അത് നമുക്കിനി മാറ്റാം. അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റിയ അത് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒരു ഇത് വെച്ച് ഒരു പ്ലാവിലെയാണ് നല്ലത്. അല്ലെ സ്പൂൺ വെച്ചൊക്കെ എടുക്കാം. പ്ലാവില കിട്ടാത്ത സമയത്ത് സ്പൂൺ എടുക്കാമല്ലോ. ഇതിനകത്ത് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാതെ എടുക്കാൻ പറ്റും.
ശരി. പാട മാത്രമായിട്ട് മാറി. ഇനി ഇതിനകത്തുണ്ട്, അത് നമുക്ക് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ചേർക്കണം, ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഇങ്ങനെ എടുക്കണം. അത് മാത്രം മതി, ബാക്കിയുള്ളത് വെള്ളമായിട്ട് അങ്ങ് മാറിക്കോളും. അതിനെ കയ്പ് രുചിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് മോര് പോലെ ഇരിക്കുന്നെങ്കിലും അത് ഉപയോഗിക്കാൻ അത്ര മെച്ചമല്ല. വേറെ ഒന്നിനും ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. വേറെ ഒന്നിനും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേറെ ഒന്നിനും നടക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിത് തൈര് എടുക്കാൻ വേണ്ടി, ഇങ്ങനെ വെണ്ണ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത്. വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പിന്നെ വേറെ വെള്ളം എടുത്തോ? വേറെ വെള്ളം എടുത്തു. മാത്രമായിട്ട് ഊരി ഇതിലിട്ട് എന്താ പരിപാടി? ഇതിലിട്ട് ഇനി മാറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ പുറത്തെ ഈ മോരിൻ്റെയൊക്കെ അങ്ങ് മാറി കിട്ടും. അപ്പം വേറൊരു പാത്രത്തിലോട്ടാക്കി അങ്ങ് വെക്കാം. കുറേ കഴിഞ്ഞിട്ട് എടുത്താലും മതി. പിന്നെ നെയ്യാക്കാൻ ഇതുണ്ട്. ഇതിൻ്റെ പുറത്ത് കണ്ടില്ലയോ ഈ നിറം, ഇതിൻ്റെ ഈ മോരിൻ്റെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം. ഇതിപ്പോ അച്ഛൻ പറഞ്ഞ പോലെ വെണ്ണയായില്ലേ? ഇത് വെണ്ണ ഇതാണ് വെണ്ണ. ഇതിങ്ങനെ വെണ്ണയായിട്ട് ഉപയോഗിക്കാം അല്ലേ? വെണ്ണയായിട്ട് ഇത് എടുത്ത് കഴിക്കാം. നിനക്ക് വേണോ? വേണ്ട എനിക്കിപ്പോ വേണം. വെണ്ണയൊക്കെ നമ്മളിപ്പോ ഫുള്ള് കടയിൽ നിന്ന് മേടിക്കുന്ന പരിപാടിയല്ലേ? അത് വേണം, ഞാൻ ചെയ്യാം. അപ്പൊ നമുക്കിനി ഇത് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കാന്നാ പറയുന്നത് അല്ലേ? നെയ്യ് ഉരുക്കിയെടുക്കാം. ഓ ശരി. ഇനിയിപ്പോ എന്താ അടുപ്പേ വെക്കാണ്? ഓ ഇത് നേരത്തെ നമ്മളെടുത്ത ആ പാത്രം തന്നെ അല്ലേ? ചീനിച്ചട്ടി തന്നെ ഇടുകയാണോ? വെള്ളം ഉള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ. അല്ലെങ്കിൽ സാധാരണ ഇത് ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് കുറെ കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലോട്ടെങ്ങാനും വെക്കുവാണെങ്കിൽ ഇത് കല്ല് പോലെ ആകും. ഇത് കല്ല് പോലെ ആകും. കുറച്ചതേ ഉള്ളൂ. അതൊന്ന് കുറച്ചിട്ട് കൂട്ടാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതേലും ഒന്നും വേറെ എടുക്കേണ്ടി വരത്തില്ല. ഇതേപോലെ അങ്ങ് എടുത്തിട്ടാൽ മതി. മണം മാറി തുടങ്ങിയല്ലോ. വെണ്ണയാകുമ്പോ വെണ്ണ മാറി നെയ്യാകുമ്പോ നെയ്യുടെ മണം വരത്തില്ല. ഇങ്ങനെ കുറെ നേരം, എത്ര നേരം കിടക്കണം? ഇപ്പൊ ശരിയാകും. പെട്ടെന്ന് നടക്കുന്ന പരിപാടി അല്ലേ? ഒത്തിരി നേരം ഒന്നും വേണ്ട. ശരി. ഇപ്പൊ അതൊരു പിരിക്ക് വന്നോണ്ടിരിക്കുന്ന കാണുന്നില്ലയോ? പിന്നെ അതിനൊരു മൂപ്പുണ്ട് ചെറിയ. അത് വെച്ചാൽ എടുക്കാൻ കൊള്ളു. അല്ലെ ഇരുന്നാ പിന്നെ ഇപ്പം കേടായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കണ്ടു, ഇതിന് ഇച്ചിരി മൂപ്പുണ്ട്, ഉണ്ടാകണം. ഇതെല്ലാം ഇതായിട്ട് ഒന്നുകൂടെ ചൂടാവണം. അപ്പൊ നമ്മുടെ നെയ്യ് പാകമാകും. പിന്നീട് മാറ്റാനൊന്നും ഇല്ലല്ലേ? എങ്ങനെ നെയ്യ് ഉണ്ടായി വരുന്നേ ഉണ്ട് മിക്കവാറും എല്ലാം ഒരുക്കി. ഇനിയും പക്ഷെ ഇതൊന്നും കൂടെ ഒന്ന് ചൂടാവണം, എന്നാലേ തനി നെയ്യായിട്ട് വരത്തുള്ളൂ. അങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെയല്ലേ എടുക്കുന്നേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നെയ്യൊക്കെ ഇങ്ങനത്തേതാ. വല്ലപ്പോഴും മാത്രം നെയ്യ് ഉണ്ടാക്കിയാൽ മതി. ഒരു 3-4 പ്രാവശ്യത്തെ പാട എടുത്തിട്ടിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെക്കണം. അല്ലേ ഇരുന്ന് പുറത്താഴെ ഇരുന്ന് അത് കുറേ ദിവസം ആയാൽ കേടായിപ്പോ. ഫ്രീസറിലങ്ങ് വെച്ചാൽ മതി. അതിപ്പോൾ കട്ടിയായിട്ട് അവിടെ ഇരുന്നോളൂ. കിടക്കാൻ ഇങ്ങനെ എടുത്താൽ മതി. പണ്ടൊക്കെ വേറെ ഇതിന് മിക്സിയൊന്നും അല്ലല്ലോ. ഇത് തൈര് കടഞ്ഞെടുക്കാൻ വേറെ കലവും അതിൻ്റെ മേളിൽ വെക്കുന്ന ഒരു അടപ്പവും അതിൻ്റെ മത്ത മായാട ഇങ്ങനെയൊക്കെ പേരുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ല, കാരണം ഇപ്പോൾ ആരും കാണുന്നില്ല. അതൊന്നും ഇപ്പോൾ വീടുകളിൽ കാണുമോയെന്ന് അറിയത്തില്ല. അത് ഒക്കെ ഇങ്ങനെ കലക്കി ഇങ്ങനെ അങ്ങനെ കടഞ്ഞ് എടുക്കുമ്പോൾ ഇതുപോലെ വെണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇതുപോലെ എടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ടാണ്. ഇത് ഇച്ചിരി മൂത്ത് വരണം, അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇച്ചിരി ആകുമ്പോഴത്തേക്കും തനി
നെയ്യ് അങ്ങ് ആയിക്കോളും. തീ കൂട്ടിയല്ലേ കുറച്ചുകൂടെ? കുറച്ച് വെച്ചേക്കാം, അതാ നല്ല. കൂട്ടിയായിരുന്നു, കുറച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിപ്പം കണ്ടില്ലേ സൈഡൊക്കെ കണ്ടില്ലേ, വറ്റിപ്പോവല്ല, മൂത്ത് പോകും. ഒരുപാട് മൂത്തും പോകാൻ പാടില്ല അല്ലേ? ഒരുപാട് മൂക്കുന്നതിനേക്കാളും അതിൻ്റെ ആ പാകത്തിന് കിട്ടിയാൽ അതാ സ്വാദും ഗുണം. വേണ്ട നീ തിരിഞ്ഞ് വരുന്നുണ്ട് ഉണ്ടോ? ഇനി ഇതിൻ്റെ ഈ ഇരിക്കുന്നതൊക്കെ അടിയിലങ്ങ് പിടിക്കുകയല്ല, പിടിക്കാതെ കൊണ്ട് എടുക്കണം നമുക്ക്. കണ്ടോ പാട ഈ പത തന്നെ മാറിയുണ്ടോ? വേറൊരു രീതിയിലായില്ലേ ഈ പത? ആദ്യം കണ്ട പോലെ അല്ലല്ലോ ഇപ്പൊ ഈ പത കാണുന്നത്. കളറൊക്കെ വന്നു കുറച്ചുകൂടെ. കളർ വന്നു. ഓട്ടുരുളിക്കകത്തൊക്കെ ഇത് പിന്നെ ഇങ്ങനെ ഉരുളിയിലെ ഓട്ടുരുളി ഉണ്ട് ഇതിന്. ചെറുതൊക്കെ വാങ്ങിച്ച് വെച്ചാൽ അത് വെച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇത് ഓഫാക്കി ഉരുളെടുക്കാം. പാത്രത്തിൻ്റെ ചൂടും കൂടെ ചേർന്നിട്ട് അത് ശരിയാക്കിയോളൂ. അത് ആറണം. ഇനിയും ആറിയിട്ട് വേണം ഊറ്റിയെടുക്കാൻ. ഊറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അരിച്ചെടുക്കാനോ? അരിച്ചാ എടുക്കുന്നത്. തുണിക്കകത്തോട്ട് ഇങ്ങനെ അരിച്ച് ഒരു പാത്രത്തിന്റെ മണ്ടയ്ക്കോട്ട് തുണി വെച്ചിട്ട് അതിലോട്ട് അരിച്ചൊഴിക്കുക. ആറിയിട്ടേ അത് പറ്റും. കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം. ഇത് ഈ പാത്രത്തിന്റെ ചൂട് കൊണ്ട് ഇത് ശരിയായിട്ട് വന്നോളൂ. ഇപ്പോഴും കണ്ടില്ലേ ഒരു തിള പോലില്ലയോ? പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓഫാക്കി വെച്ചേക്കുക. എന്നിട്ട് അത് പതഞ്ഞു പോകാൻ അതങ്ങനെ കളർ വരുന്നേ. ഈ കളറായിരിക്കും ഈ കക്കന് വരുന്നത്. വേണം. ഇതിപ്പോ ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ലല്ലോ, ഏതാണ്ട് 1/4 മണിക്കൂർ. അത്രേ ഉള്ളൂ. അത്രയും സമയം കൊണ്ടങ്ങ് ആറിക്കോളൂ. ഇത്രയല്ലേ ഉള്ളൂ ആറാന്. എന്നിട്ട് നമ്മൾ ഒരു കുപ്പിക്കകത്തോട് തന്നെ ഒഴിക്കുക. ആറിയതായതുകൊണ്ട് ഇനി കുപ്പിയിൽ തന്നെ ഒഴിക്കാം. അതായത് സ്റ്റീൽ അല്ല, ഇത് ഗ്ലാസ് കുപ്പി ആണ്. കുപ്പി അതിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. കണ്ടോ? ഇത് കണ്ടോ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കണ്ടോ? ശരി. കോരി ഒഴിക്കണമെന്നൊന്നുമില്ല, ചരിച്ചങ്ങ് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിടിച്ചതാ. അടിയിൽ ചെറിയ ചില ഒഴിവാക്കാൻ വേണ്ടിയാണല്ലേ? അത് അതെ അത് ഇതിനകത്തങ്ങ് വന്നോളുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ബാക്കി വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ചങ്ങ് വെച്ചാൽ മതി. വേറെ അടച്ചങ്ങ് വെച്ചാൽ മതി, അല്ല ഒന്നും ചെയ്യണ്ട. ഇപ്പം വേണം തൊട്ട് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ചൂടുണ്ടെങ്കിൽ ഇച്ചിരി അതിലും ചൂടുണ്ടെങ്കിൽ ആ ചൂടോട് ഒഴിക്കേണ്ട, ഒന്ന് ആറിയിട്ട് മതി. അടയ്ക്കുന്നത് പ്ലാസ്റ്റിക് അടപ്പായതുകൊണ്ട് അത് എന്തായാലും ചൂടോടെ ഒരു സാധനം അങ്ങനെ അടച്ചു വെക്കാൻ പാടില്ല. ഒന്ന് ആറിയിട്ടേ അടച്ചു വെക്കാം. ഇതുപോലുള്ളതൊക്കെ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിപ്പോ തന്നെ എത്ര പെട്ടെന്ന് ചെയ്യാവുന്ന പരിപാടിയല്ലേ? അത് പാട എടുത്ത് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ പാട എടുത്ത് വെക്കുന്നതും തിളയ്ക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള പാട അങ്ങോട്ട് എടുത്ത് അത് പാലാറുന്ന സമയത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇത്തിരി വെണ്ണ വേണമെന്ന് വെച്ചാലും അത് ഉടച്ചെടുത്താൽ മതി. അതല്ല ഫ്രഷായിട്ട് നെയ്യ് വേണമെന്ന് വെച്ചാലും അതൊന്ന് ഉടച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഹോം മെയ്ഡ് വെണ്ണ. അതെ. ഓക്കെ. ഇതേണ്ട ഇത്രയും നെയ്യുണ്ട് കണ്ടോ? ഓക്കെ, അടിപൊളി. ഇത് 100 അല്ല. ഇതിന് നമ്മൾ വെറുതെ കളയുന്നതായിരിക്കും പലപ്പോഴും പാടയൊക്കെ. കളയാൻ പാടില്ല, ഇങ്ങനെ എടുക്കണം. ഈ കൊളസ്ട്രോളൊക്കെ വിചാരിച്ചിട്ട് ഈ പാല് കാച്ചിട്ട് പാട എടുത്ത് കളയുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. വല്ല കുഞ്ഞുങ്ങൾക്കോ ഇനി അവരവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആർക്കെങ്കിലും ഉപയോഗിക്കാം ഈ നെയ്യ്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ടുള്ള
നെയ്യ് നിർമ്മാണം, നെയ്യ് മാത്രമല്ല വെണ്ണയും ഉണ്ടാക്കുന്നതാണ് കണ്ടത്.